തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 6-ാം തന്ത്രത്തിലെ ദ്രഷ്ടാവ്, ജ്ഞാനം, ദൃശ്യം എന്ന ആ കാണ്ഡത്തിലെ അവസാന ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരികയാണ്. നമുക്ക് നോക്കാം. മൗനം കൈവന്നവർക്ക് മുക്തിയും വരും താനെ, മൗനം കൈവന്നവർക്ക് സിദ്ധിയും സ്വയം സിദ്ധം, മൗനം കൈവന്നവർക്ക് വർദ്ധിക്കും അജപാമന്ത്രം, മൗനം കൈവന്നവർക്ക് 5 വൃത്തിയും ഒഴിഞ്ഞിടും. അപ്പോൾ ഇവിടെ മൗന സാധനയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. എപ്പോഴാണ് ഒരാൾക്ക് മൗനം സംഭവിക്കുക? പൂർണ്ണതയിലാണ് ഒരാൾ മൗനിയാകുന്നത്. നിറകുടം തുളുമ്പില്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ നിറകുടമായ ഹൃദയം ശിവചിന്ത കൊണ്ട് നിറയുമ്പോൾ പിന്നെ അയാൾ മൗനിയായിരിക്കും. ആ സാധകൻ നിതാന്ത മൗനിയായിരിക്കും, വാക്കുകൾ പറയില്ല. ഈ മൗന സാധന നമുക്ക് കാണാവുന്നത് രമണ മഹർഷിയിലാണ്. അവസാനം ഹൃദയം നിറഞ്ഞപ്പോൾ വായ്മൊഴിയുന്നു രമണ മഹർഷിയുടെ. അത് മഹാമൗനമാണെന്ന് തന്നെ പറയുന്നു. രമണ മഹർഷി തന്നെ പറയുന്നുണ്ട്, എൻ്റെ മഹാമൗനം സംഭാഷണമാണ്, നിറഞ്ഞ സംഭാഷണമാണ് എന്ന് ഭഗവാൻ ഒരിടത്ത് പറയുന്നുണ്ട്. അങ്ങനെ കിട്ടിയ അരുൾമൊഴികളാണ് ഇന്ന് രമണ ഭഗവാന്റെ തിരുവായ്മൊഴികൾ. ആ തിരുവായ്മൊഴികളെല്ലാം തന്നെ മഹാമൗനിയായ ദക്ഷിണാമൂർത്തിയുടെ മൗനത്തിൽ നിന്ന് പൊഴിഞ്ഞ മൗനമൊഴികളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശരിക്കും സാധകൻ ആ സാധനയുടെ ഏറ്റവും അവസാന നിമിഷത്തിൽ നിതാന്ത മൗനിയായിരിക്കും. ദക്ഷിണാമൂർത്തിയുടെ മൗനമായിരിക്കും ആ സാധകനിൽ നിറഞ്ഞു നിൽക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലും, ഉച്ചരിക്കപ്പെടുന്ന വാക്കുകൾ പോലും മൗനമാണ്. ആ മൗനമൊഴിയാണ് സത്യമൊഴിയായി പിൽക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതും. അപ്പോൾ ഇവിടെ മൗനത്തിൻ്റെ മഹാത്മ്യം കാണുകയാണ്. മൗനം എന്ന് പറയുന്നത് ഒരു ചിന്തയുമില്ലാത്ത ശൂന്യാവസ്ഥയാണ്. മനസ്സ് എന്ന ഒന്ന് പൂർണ്ണമായും ഇല്ലാത്ത ഒരവസ്ഥയിൽ മാത്രമേ ഒരാൾക്ക് മൗനിയാകാൻ പറ്റൂ. മൗനി എന്ന് വച്ചാൽ അയാളുടെ മനസ്സ് പൂർണ്ണമായും നശിച്ചിരിക്കും. അയാളുടെ മനസ്സ് ശുദ്ധശൂന്യമായിരിക്കും. ഈ ശുദ്ധശൂന്യാവസ്ഥയെയാണ് മൗനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ മൗനം പൂർണ്ണതയാണ് താനും. ഇവിടെ പൂർണ്ണതയിലെത്തിയ, മനസ്സ് നശിച്ച, മനസ്സിലെ എല്ലാ ചിന്തകളും ഉന്മൂലനം ചെയ്യപ്പെട്ട ഒരു മഹാസാധകൻ്റെ അവസ്ഥാവിശേഷമാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, അങ്ങനെയുള്ള മൗനം കൈവന്നവർക്ക് യാതൊരു ചിന്തകളുമില്ലാതെ മനസ്സ് പൂർണ്ണമായും ഇല്ലാതായിത്തീർന്ന അവസ്ഥയിൽ മുക്തിയും വരും താനെ. അങ്ങനെയുള്ള മഹാമൗനികൾക്ക് തീർച്ചയായിട്ടും മുക്തി ലഭിക്കും. പിന്നെ മൗനം കൈവന്നവർക്ക് സിദ്ധിയും സ്വയം സിദ്ധം. മഹാമൗനികൾക്ക് ഒരുപാട് സിദ്ധികൾ ഉണ്ടാകും. പക്ഷേ അവർ ആ സിദ്ധികളൊക്കെ മൗനത്തിൽ നിറഞ്ഞതായിരിക്കും. മൗനത്തിൽ അതെല്ലാം നിറഞ്ഞിരിക്കും. എല്ലാ സിദ്ധികളും മൗനമായിരിക്കും. പിന്നെ മൗനം കൈവന്നവർക്ക് വർദ്ധിക്കും അജപാമന്ത്രം. അജപാമന്ത്രം മൗനം കൈവന്നവർക്ക് വർദ്ധിക്കും. അതായത് അജപ, സോഹം, അതാണ് അജപ എന്ന് പറയുന്നത്. ഹംസവിദ്യ, സോഹം, ഹംസം എന്ന് വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും പറയാറുള്ള ആ ഹംസസോഹമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അജപ മന്ത്രം മൗനം വന്നവർക്ക് വർദ്ധിക്കും.
അപ്പോൾ അജബയുടെ ആ പൂർണ്ണതയിൽ ലയിച്ചിരിക്കും. സോഹം സോഹം എന്ന അവസ്ഥയിൽ തന്നെയായിരിക്കും ഒരു മഹാമൗനിയായ സാധകൻ. സോഹത്തിൽ ലയിച്ചിരിക്കും, ആ ശിവനിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ. മൗനവും കൈവന്നവർക്ക് 5 വൃത്തികളും അടങ്ങിയിടും. അതായത് പഞ്ചവൃത്തികൾ: കാണുക, കേൾക്കുക, പിന്നെ സ്പർശിക്കുക, ഗന്ധം അനുഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പഞ്ചവൃത്തികളും 5 വൃത്തികളും നശിച്ചിരിക്കും. അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ പരിപൂർണമായ ആധിപത്യം, യജമാനത്വം ഈ സാധകൻ നേടിയിരിക്കും. പിന്നെ അയാൾ കാണുന്ന കാഴ്ചയെല്ലാം ശിവകാഴ്ചയായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, കേൾക്കുന്ന ശബ്ദമെല്ലാം ശിവശബ്ദമായിരിക്കും, സ്പർശനം ശിവസ്പർശനമായിരിക്കും, അതേപോലെ രുചി ശിവരുചിയായിരിക്കും, ആനന്ദരുചിയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആ പഞ്ചവൃത്തികൾ അടങ്ങി പഞ്ചേന്ദ്രിയങ്ങൾ പൂർണ്ണമായും സാധകന് കീഴ്പ്പെട്ട അവസ്ഥയിൽ അയാൾ മൗനിയായിരിക്കും. അപ്പോൾ മൗനിയുടെ ലക്ഷണം എന്താണ്? പഞ്ചവൃത്തികളുടെ മേലെ കാഴ്ച, അതേപോലെ തന്നെ കേൾവി തുടങ്ങിയ കണ്ണ്, മൂക്ക്, ചെവി, അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെയെല്ലാം, പഞ്ചേന്ദ്രിയങ്ങളെയെല്ലാം ഈ സാധകൻ കീഴ്പ്പെടുത്തിയിരിക്കും. പിന്നെ നോക്കൂ അടുത്തത്, നാഡികൾ 3ലും പ്രവേശിക്കും, ശ്വാസത്തിങ്കൽ വിട്ടുപോകും, 4 വിരലും ഉള്ളിലേ ചരുതിപ്പോർ, നിത്യാനന്ദ സ്വരൂപത്തെങ്കിലേ നിലച്ചിടും, ചത്തും പിഞ്ചനിച്ചിടും, ബന്ധുവും തുളഞ്ഞിടും. നാഡികൾ 3ഉം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, അതായത് 3 നാഡികൾ, ഇട, പിംഗള, സുഷുമ്ന നാഡികൾ 3ഉം പരമശുദ്ധിയെ പ്രാപിക്കുമ്പോൾ ശ്വാസം വിട്ടുപോകും. ശ്വാസം തന്നെ കുംഭക രൂപത്തിലായിത്തീരും. അങ്ങനെ ശ്വാസം വിട്ടുപോകുന്ന അവസ്ഥയിൽ നിത്യാനന്ദ സ്വരൂപത്തിങ്കൽ ലയിച്ചിടും. യോഗശാസ്ത്രത്തിലെ കാര്യം പറയണം. അപ്പോൾ ഈ നാടുകളെല്ലാം ശുദ്ധീകരിച്ച് രേചകം, പൂരകം, കുംഭകം എന്നീ 3 യോഗ രീതികളിലൂടെയും അയാൾ എന്തു നേടിയിരിക്കും? നിത്യാനന്ദ സ്വരൂപത്തെ നേടിയിരിക്കും. അപ്പോൾ ഈ യോഗശാസ്ത്രത്തിലൂടെ, അതായത് രേചകം, കുംഭകം, പൂരകം എന്നീ ഉപാധികളിലൂടെ നാഡികൾ 3നെയും ശുദ്ധീകരിച്ച് ശ്വാസത്തെ നിയന്ത്രിച്ച് തൻ്റെ വരുതിയിൽ വരുത്തുന്ന ഒരു സാധകൻ നിത്യാനന്ദ സ്വരൂപമായ ശിവനിൽ ലയിച്ചിടും. പിന്നെ അയാൾക്ക് ചത്തും പിഞ്ചനിച്ചിടും, ബന്ധവും തുലഞ്ഞിടും. പിന്നെ ജനനമൃതികളൊന്നുമില്ല. പിന്നെ അയാൾ ജനിക്കുന്നില്ല, അയാൾ മരിക്കുന്നില്ല, നിത്യശുദ്ധമായ അവസ്ഥയിൽ എത്തിച്ചേരും. അതായത് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്, ദ്രഷ്ടാവ്, ജ്ഞാനം, ദൃശ്യം എന്നീ 3 ത്രിപുടികൾക്കും അപ്പുറത്തേക്ക് എത്തിച്ചേരുന്ന ഗുരുവാണ് ആദ്യ ഗുരുവായ ശിവൻ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഓർമ്മിക്കാവുന്ന ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഗുഹാഷ്ടകം എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. ഗുഹൻ സുബ്രഹ്മണ്യ ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. നമുക്ക് അതിലെ ആദ്യ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. നോക്കൂ, അതിൽ ഗുഹന് കൊടുക്കുന്ന ചില വിശേഷണങ്ങളുണ്ട്. ശാന്തം ശംഭൂതനൂജം സത്യമനാധരം ജഗദാധാരം ജ്ഞാതൃജ്ഞാന നിരന്തര ലോകഗുണാതീതം എന്നാണ് ഗുഹനെ ശ്രീനാരായണ ഗുരുദേവൻ ഗുഹാഷ്ടകത്തിൽ വിശേഷിപ്പിക്കുന്നത്. അതിൽ നമുക്ക് ജ്ഞാതൃജ്ഞാന നിരന്തര ലോകഗുണാതീതം എന്ന് പറയുന്നത് തിരുമൂലദേവൻ പറഞ്ഞ ഈ ത്രിപുടി നാശത്തെക്കുറിച്ചിട്ടാണ്. ത്രിപുടിക്കും അപ്പുറമുള്ള ഗുരുവായ ഗുഹൻ. എന്താ നോക്കൂ, അതിലെ ആ ഭാഗം മുനി നാരായണപ്രസാദ് വിശദീകരിക്കുന്നുണ്ട്. അതോ നോക്കൂ, ജ്ഞാനം നിരന്തര ലോക ഗുണാതീതം എന്നുള്ളത് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ജഗത്ത്
ലോകത്തിനെ നമ്മൾ ലോകമെന്ന് വിളിക്കുന്നു. നേരിട്ട് നോക്കി കാണാവുന്നതാണ്, അതായത് ലോകനം ചെയ്യാവുന്നതാണ് ലോകം. ഈ ലോകത്തിന് അതിൻ്റേതായ ചില സവിശേഷതകളുണ്ട്. അത് സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് നാം കാണുന്നു. വൈവിധ്യവും വൈജാത്യവും വൈരുദ്ധ്യവും ഉണ്ടായിരിക്കുക എന്ന ലോകഗുണമാണ്. ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്താണ് നാനാത്വം എന്ന് വിളിച്ചു പോരുന്നത്. ഈ നാനാത്വത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായുള്ളത് ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം എന്ന പിരിവാണ്. അതായത് ഞാൻ അറിയുന്നവൻ, ഇതെൻ്റെ അറിവ്, അത് എൻ്റെ അറിവിന് വിഷയമായിരിക്കുന്ന വസ്തു എന്ന പിരിവ്. ഈ പിരിവ് വളരെ സരളമായിട്ടുള്ളതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം. പക്ഷേ അതിൻ്റെ നിരന്തരതയാണ് പ്രപഞ്ചം, അനുസ്യൂതം നിലനിൽക്കുന്നതായ അനുഭവത്തിലെ രഹസ്യമായിരിക്കുന്നത്. ഈ നിരന്തരത ഒരേ സമയം കാലപരവും ദേശപരവുമായുള്ളത് കാണണം. ഈ ലോകഗുണങ്ങൾക്കെല്ലാം അതീതമാണ്, അതിനെല്ലാം ആധാരമായിരിക്കുന്ന സത്യമാണ് ഗുഹൻ. കണ്ടോ, ഈ 3 ഗുണങ്ങൾക്കും, അതായത് ഈ ത്രിപുടിക്കും അതീതമാണ്, അതിനെല്ലാം ആധാരമായിരിക്കുന്ന സത്യം, അതാണ് ഗുഹൻ എന്ന ഗുരു. അപ്പോൾ ഗുഹൻ്റെ, സുബ്രഹ്മണ്യ ഭഗവാന്റെ അല്ലെങ്കിൽ ശിവഭഗവാന്റെ ആദി ഗുരുവായ ഭഗവാന്റെ പ്രത്യേകതയാണ് ഈ ഗുരുനാതീതമായിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാന നിരന്തര ലോക ഗുണാതീതമായുള്ള ഈ അവസ്ഥാവിശേഷമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഗുഹാഷ്ടകത്തിൽ വളരെ വ്യക്തമായിട്ട് വിശദമാക്കുന്നുണ്ട്. ഈ ഭാഗം കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ യോഗവാസിഷ്ടത്തിലേക്കൊന്ന് കടന്നു നോക്കിയാൽ അറിയാൻ പറ്റും. യോഗവാസിഷ്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പൂജാവിധിയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദേവപൂജ എന്നാണ് അതിന് പറയുക. ദേവപൂജോപാഖ്യാനം എന്നാണ് ആ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. അത് ശ്രീരാമചന്ദ്രനോട് വാത്മീകി വസിഷ്ഠൻ പറയുന്നതാണ്. ശ്രീരാമചന്ദ്രൻ മഹാരാജാവിനോട് വസിഷ്ഠൻ പറയുന്നൊരു ഉപദേശമാണ്. വളരെ പ്രധാനപ്പെട്ടതാണത്. ഈ ദേവപൂജോപാഖ്യാനം വസിഷ്ഠൻ മനസ്സിലാക്കിയത് ഭഗവാൻ ശിവനിൽ നിന്നാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഭഗവാൻ ശിവനിൽ നിന്ന് ഇതേവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പൂജാവിധിയെക്കുറിച്ചിട്ടാണ് വസിഷ്ഠൻ ഇവിടെ ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് മാത്രം നമുക്ക് കിടക്കാം. വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനോട് വളരെ പ്രാധാന്യം നൽകി പറയുന്നതാണ് മഹാശിവൻ പറഞ്ഞ ഈ പൂജാവിധി. നമുക്കതിലേക്ക് കിടക്കാം. നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം ശ്രീരാമചന്ദ്രന് കിട്ടിയ വസിഷ്ഠൻ്റെ ഉപദേശമാണ് നമ്മളിപ്പോൾ നേടാൻ പോകുന്നത്. അതിലൊരു പ്രത്യേകതയുണ്ട്. ശ്രീരാമചന്ദ്രൻ ദുഃഖിതനായി, ശരിക്കും നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞ ഡിപ്രസ്ഡായി വന്ന സമയത്താണ്, ഡിപ്രഷൻ അനുഭവിക്കുന്ന സമയത്താണ്. അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് വസിഷ്ഠൻ ശ്രീരാമചന്ദ്രനോട് ഈ മഹാദേവൻ പറഞ്ഞ ഈ പൂജാവിധിയെ വിശദീകരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ആധുനിക കാലത്ത് അനേകം ഡിപ്രഷന് വിധേയമായിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഒരു ദിവ്യമായ റെമഡിയാണിത്. ഞാൻ അതിലേക്ക് കിടക്കാം. മഹേശ്വരൻ പറഞ്ഞു, ശ്രദ്ധിക്കൂ. ബ്രഹ്മജ്ഞാന്മാരിൽ ശ്രേഷ്ഠനായ മഹർഷി കേട്ടാലും എൻ്റെ ഉത്തമമായ ദേവാർച്ചനാവിധം ഞാൻ പറയാം. ആദ്യം യഥാർത്ഥ ദേവൻ ആരാണെന്ന് പറയാം, എന്നിട്ടല്ലേ അർച്ചനയുടെ കാര്യം. യഥാർത്ഥ ദേവൻ പുണ്ടരീകാക്ഷനായ വിഷ്ണുവല്ല, മുക്കണ്ണനായ ശിവനുമല്ല, പിന്നെയോ. അപ്പോൾ ഞാനോ വിഷ്ണു അല്ല, പിന്നാരാ? ഇതാ നോക്കൂ. ന ദേവോ ദേഹരൂപോ ഹി ന ദേവോ ചിത്തരൂപക അകത്രമാനാദ്യന്തം ദേവനം ദേവമുച്യതേ. അതിൻ്റെ അർത്ഥം ഇതാണ്.
യഥാർത്ഥ ദേവൻ ദേഹം ധരിച്ച വ്യക്തിയല്ല. യഥാർത്ഥ ദേവൻ ചിത്തരൂപം ധരിച്ച ആളുമല്ല. നാമരൂപ സ്പർശമേൽക്കാത്തതും ആദിയോ അന്തമോ ഇല്ലാത്തതുമായ അഖണ്ഡ ബോധമാണ് യഥാർത്ഥ ദേവൻ എന്ന് പറയപ്പെടുന്നത്. ഏറ്റവും വലിയ ഒരു ഉപദേശമാണ് രാമന് കിട്ടുന്നത്. ശിവനുമപ്പുറം വിഷ്ണുവിനുമപ്പുറമുള്ള അഖണ്ഡബോധമായ സദാശിവനാണ് ഞാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവന് തന്നെ പല രൂപങ്ങളുണ്ട്. അതിലെ സദാശിവരൂപമായ, അതായത് അഖണ്ഡബോധമായ യഥാർത്ഥ ദേവനെയാണ് നാം ഉപാസിക്കേണ്ടത്. അപ്പോൾ സദാശിവനെ തന്നെയാണ് ഉപാസിക്കേണ്ടത്. ശിവനെ നാം ഉപാസിക്കുമ്പോൾ ആരെയാണ് ഉപാസിക്കുന്നത്? സദാശിവനെ തന്നെ. എന്നിട്ട് അദ്ദേഹം പറയണം, എല്ലാ ശക്തികളും പരമാത്മശക്തികൾ തന്നെയെന്നും ഭഗവാൻ പറയുന്നുണ്ട്. ആ ജഗദീശൻ്റെ വിക്ഷേപശക്തി പ്രകടമാകുന്നതോടെ പലതായി കാണപ്പെടുന്ന ഈ സംസാരം അപ്പാടെ അസ്തമിക്കും. പൂജാക്രമത്തിൽ പ്രധാനമായി വേണ്ടത് ദേഹവുമല്ലാത്തതുമായി കാണപ്പെടുന്ന അപവിത്ര ജഡാസങ്കല്പങ്ങളെല്ലാം ത്യജിക്കണം. ആ സ്ഥാനത്ത് അത്യന്ത പവിത്രമായ ആത്മസങ്കല്പത്തെ അംഗീകരിക്കണം. അപ്പോൾ ആത്മാവിനെയാണ് ഇവിടെ ശിവൻ എന്ന് പറയുന്നത്. ഓർക്കുക, സദാശിവൻ എന്ന് പറയുന്നത് ആത്മാവിനെയാണ്. കണ്ടോ, പവിത്രമായ ആത്മസങ്കല്പത്തെ ആദ്യം അംഗീകരിക്കണം. ബോധരൂപിയായ ആത്മാവ് തന്നെയാണ് സത്യസ്വരൂപിയായ ഈശ്വരൻ. ബോധസ്വരൂപിയായ ആത്മാവ് തന്നെയാണ് സത്യസ്വരൂപിയായ ഈശ്വരൻ. സ്മരണരൂപമായ ധ്യാനമാണ് അദ്ദേഹത്തിൻ്റെ പൂജ. വളരെ പ്രധാനപ്പെട്ട പൂജ, ദേവപൂജയെ പറ്റി പറയാണ്. എന്താണത്? സ്മരണരൂപമായ ധ്യാനമാണ് അദ്ദേഹത്തിൻ്റെ പൂജ. ആ ഭഗവാന് വേറെ ഒരു പൂജയും ആവശ്യമില്ല. ദിവസങ്ങളോളം പറയാനുള്ളൊരു ഭാഗമാണിത്. ബോധരൂപിയായ ആത്മാവിനെ എങ്ങനെയാണ് ഉപാസിക്കുക? സ്മരണരൂപമായ ധ്യാനമാണ് അദ്ദേഹത്തിൻ്റെ പൂജ. പൂജ എന്ന് പറയുന്നത് നിരന്തര ആത്മസ്മരണയാണ്. ഓർക്കുക, ഇവിടെ മഹാദേവനായ സദാശിവനായ ആത്മാവായ ബോധസ്വരൂപനായ ഭഗവാൻ ശിവൻ വസിഷ്ഠന് കൊടുത്ത ഉപദേശം എന്താണ്? സ്മരണരൂപമായ ധ്യാനമാണ് അദ്ദേഹത്തിൻ്റെ പൂജ. നിരന്തര ധ്യാനം. അതെന്ത്? ആത്മധ്യാനം, ആത്മവിചാരം, ആത്മധ്യാനം. ശിവോഹം ശിവോഹം എന്ന ധ്യാനമാണ് ഏറ്റവും വലിയ ആത്മപൂജ, ബോധപൂജ, ശിവപൂജ. അപ്പം മറക്കരുത്, ശിവപൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മരണരൂപമായ ധ്യാനം, ഈശ്വരൻ്റെ സ്മരണരൂപമായ ധ്യാനം. പിന്നെ അദ്ദേഹം ഭഗവാൻ അത് വിശദീകരിക്കുന്നുണ്ട്. സ്മരണരൂപമായ ധ്യാനമാണ് പ്രധാനപ്പെട്ട ദേവപൂജ എന്നുള്ളത് കൊണ്ട് 3 ലോകത്തിനും പരമകാരണമായി വർത്തിക്കുന്നവനും സൂര്യലക്ഷങ്ങളുടെ ശോഭ ആവാഹിക്കുന്നതിനും എല്ലാറ്റിനെയും ഉള്ളതാക്കി പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനായ ആ ബോധസ്വരൂപനെ വിട്ടുപോകാതെ സ്മരണാരൂപമായ ധ്യാനം കൊണ്ട് പൂജിക്കേണ്ടതാണ്. ഇനി പരമശിവൻ തുടർന്ന് പറയാണ്, മാത്രമല്ല ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ഞാൻ എന്ന ജീവബോധം അനന്ത സത്യത്തിൻ്റെ സാരമാണ്. ഇവിടെയാണ് രമണ മഹർഷിയുടെ ഉള്ളത് 40 പറയുന്ന അതേ സത്യം തന്നെയാണ് ഭഗവാൻ ശിവൻ വസിഷ്ഠ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത ഈ ആത്മധ്യാനം എന്നോർക്കുക. പരമശിവൻ തുടർന്ന് പറയുന്ന കേൾക്കൂ, മാത്രമല്ല ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ഞാൻ എന്ന ജീവബോധം ആനന്ദ സത്യത്തിൻ്റെ സാരമാണ്. മറുകര കാണാനില്ലാത്ത ബോധാകാശത്തിൻ്റെ വിപുലമായ കേന്ദ്രസ്ഥാനമാണ്. അവിടെ നിന്നതിന് അനന്തതയിലേക്ക് വികസിക്കാൻ കഴിയും. മുകളിലത്തെ പോലെ താഴേക്കും അതിരില്ലാതെ പരന്നു കിടക്കുന്ന
ചിതാകാശത്തിൻ്റെ കേന്ദ്രമാണ് ബോധം. അനന്ത ദിഗ്ഭാഗങ്ങൾ ആ കേന്ദ്രത്തിൻ്റെ കൈത്തണ്ടുകൾ പോലെ വിലസുന്നു. നാനാതരത്തിലുള്ള മഹാലോകങ്ങളെല്ലാം ആ ജഗദീശ്വരൻ ധരിച്ചിരിക്കുന്ന ആയുധങ്ങൾ തന്നെ. സൂക്ഷ്മമായ അതിൻ്റെ ഹൃത്കോശത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ട മണ്ഡലങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. മറുകര കാണാനില്ലാത്ത പ്രകാശപരമാകാശം. താഴെയും മുകളിലും 4 ദിക്കുകളിലും അവാന്തര ദിക്കുകളിലുമൊക്കെ ഇടയില്ലാതെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സത്യം. ബ്രഹ്മാവ്, ഇന്ദ്രൻ, വിഷ്ണു, ശിവൻ തുടങ്ങിയ ദേവന്മാരൊക്കെ ബോധരൂപിയായ സദാശിവൻ്റെ ആഭൂഷണങ്ങൾ മാത്രം. ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ആ ദേവൻ്റെ രൂപക്കൂട്ടമാണെന്നും ചിന്തിച്ചോർമ്മിക്കണം. പലതരം കർമ്മപരിപാടികളോടെ ഇളകി മറിയുന്ന പ്രപഞ്ചയന്ത്രത്തിൻ്റെ നൂലുകളായ ഇച്ഛാശക്തി തുടങ്ങിയ ശക്തികളെല്ലാം ആ ദേവൻ്റെ സ്വരൂപത്തിൽ തന്നെ ഉള്ളവയാണെന്ന് ചിന്തിച്ചോർമ്മിക്കണം. ഈ ദേവനാണ് സജ്ജനങ്ങളാൽ സദാ പൂജിക്കപ്പെടേണ്ട അങ്ങേയറ്റത്തെ അവൻ ദേവൻ, ബോധമാത്രൻ, സർവത്ര നിറഞ്ഞിരിക്കുന്നവൻ, അനുഭവസ്വരൂപൻ, സകലത്തിനും ആശ്രയമായ സത്യം, അന്തമില്ലാത്തവൻ, പരമകാരണം, ശുദ്ധമായ ഉണ്മ സ്വരൂപമുള്ളവൻ, തനിക്ക് ചലനമോ വികാരമോ സംഭവിക്കാതെ വിവർത്ത രൂപത്തിൽ ജഗത്തിനെ സൃഷ്ടിക്കുന്നവൻ. ഈ ജഗദീശൻ്റെ ദ്വാരപാലകനാണ് കാലം. എവിടെയും എന്തും നോക്കിക്കാണാൻ കഴിവുള്ളവൻ, എവിടെയും എന്തും മണത്തറിയാൻ കഴിവുള്ളവൻ, എവിടെയും എന്തും സ്പർശിച്ചറിയാൻ കഴിവുള്ളവൻ, എവിടെയും എന്തും രുചിച്ചറിയാൻ കഴിവുള്ളവൻ, അതുപോലെ എവിടെയും എന്തും കേട്ടറിയാൻ കഴിവുള്ളവൻ. ഈ ദേവന് എവിടെയും എന്തും ചിന്തിച്ചറിയാനും കഴിയും. എന്നാൽ മറ്റുള്ളവർക്ക് ചിന്തിച്ചറിയാൻ മംഗളസ്വരൂപിയായ സത്യം വേണം. ഇങ്ങനെയെല്ലാം ചിന്തിച്ചറിഞ്ഞ് ഈ ദേവനെ വിധി പോലെ അർച്ചിക്കേണ്ടതാണ്. ബോധമായി അവനവൻ്റെ സ്വരൂപമായി വർത്തിക്കുന്ന ഈ ദേവനെ പുറമേ നിന്നുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടല്ല അർച്ചിക്കേണ്ടത്. അമൃതസ്വരൂപമായ ഒരേ ഒരു ജ്ഞാനം കൊണ്ട് വേണം ദേവനെ അർച്ചിക്കുവാൻ. അത് എവിടെയും എപ്പോഴും ക്ലേശം കൂടാതെ ലഭ്യമാണ്, ശീതളമാണ്, നിത്യമാണ്. ജ്ഞാനം തന്നെയാണ് അങ്ങേയറ്റത്തെ ധ്യാനം, ജ്ഞാനം തന്നെയാണ് അങ്ങേയറ്റത്തെ പൂജ. എന്താണ് ജ്ഞാനം? ഉള്ളിലിരിക്കുന്ന ബോധമാത്ര സത്യത്തെ സദാ അറിഞ്ഞ് ജീവിക്കുക. കണ്ടോ, ഉള്ളിലിരിക്കുന്ന ബോധമാത്ര സത്യശിവനെ സദാ അറിഞ്ഞ് ജീവിക്കുക. കാണുമ്പോഴും കേൾക്കുമ്പോഴും തൊടുമ്പോഴും മണക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്വസിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും എടുക്കുമ്പോഴും ശുദ്ധബോധ സ്വരൂപനായ എന്നെ തന്നെ സ്മരിക്കുക. സ്മരണരൂപമായ ഈ ധ്യാനമാണ് ആത്മദേവനുള്ള പൂജാദ്രവ്യം. ഈ ധ്യാനം തന്നെയാണ് വലിയ അർച്ചന. ഇതുകൂടാതെ മറ്റൊരു പൂജ കൊണ്ടും ആത്മദേവനെ കണ്ടെത്താൻ കഴിയുന്നതല്ല. എന്നിട്ട് മഹർഷിയോട് പറയാണ്, ബുദ്ധിമാനായ മഹർഷേ, ഏത് മൂഢനായാലും 10-12 നിമിഷം ഇങ്ങനെ ധ്യാനിക്കുമെങ്കിൽ, ഈ ധ്യാനം കൊണ്ട് ദേവനെ പൂജിക്കുമെങ്കിൽ അയാൾ അശ്വമേധയാഗം ചെയ്ത് കിട്ടുന്ന ഫലം നേടും. അരനാഴിക ഈ ധ്യാനം കൊണ്ട് പൂജിച്ചാൽ 1000 അശ്വമേധം ചെയ്ത ഫലം ഈ നിരന്തര ധ്യാനോപഹാരം കൊണ്ട് ആർജിക്കാം. ആത്മാവിനെ 1 നാഴിക അർപ്പിക്കുകയാണെങ്കിൽ രാജസൂയ യജ്ഞഫലം ലഭിക്കുന്നതാണ്. മധ്യാഹ്നം വരെ പൂജിക്കുമെങ്കിൽ രാജസൂയ ലക്ഷഫലം നിശ്ചയം. 1 ദിവസം മുഴുവൻ പൂജിച്ചാൽ നിശ്ചയമായും പരമപദപ്രാപ്തി ഈ പൂജ കൊണ്ട് തന്നെ ലഭിക്കുന്നതാണ്. ഇതുതന്നെയാണ് അങ്ങേയറ്റത്തെ യോഗം, ഇതുതന്നെയാണ് അങ്ങേയറ്റത്തെ ക്രിയ. നാം എന്താണോ ഇതുവരെ തിരുമന്ദിരത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചത്, ഏതൊരു പൂജയാണോ നാം ഇതുവരെ ചെയ്യാൻ ആഗ്രഹിച്ചത്, ആ മഹാപൂജ പരമകാരുണ്യത്താൽ
സദാശിവൻ നമുക്കിപ്പോൾ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഈ പൂജ അനുഷ്ഠിക്കുക, ഈ ആത്മപൂജ അനുഷ്ഠിക്കുക. ഒരു ദിവസം മുഴുവനും ഈ പൂജ അനുഷ്ഠിച്ചാൽ തന്നെ അയാൾക്ക് അനേകം അശ്വമേധയാഗം നടത്തിയ ഫലം കിട്ടുമെന്നാണ് ഇവിടെ ഭഗവാൻ ശിവൻ വസിഷ്ഠ മഹർഷിയോട് പറയുന്നത്. ഈ സത്യവാക്കുകൾ ഈ നിമിഷത്തിൽ ഉച്ചരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും ദിവ്യമായ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇത് എനിക്ക് തന്നെ ഭഗവാൻ നൽകിയ ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നവർക്കും ഭഗവാൻ നൽകിയ മഹാപൂജയാണ്. ഈ ദേവപൂജ ചെയ്യുന്നതിലൂടെ നമുക്ക് സാക്ഷാൽ സദാശിവനെ ഹൃദയകമലത്തിൽ അവരോധിക്കാൻ കഴിയും. സാക്ഷാൽ ആത്മസ്വരൂപനായ ഭഗവാനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. ഇതിലപ്പുറം ഇനി എന്താണ് പറയാനുള്ളത്? പറയേണ്ടതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.